ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിടി ഉണ്ടാക്കാമെന്ന്. പിടിയും ചിക്കനും പിടിയാക്കാമെന്ന്. അപ്പം ചിക്കൻ കറി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പോൾ വൈകുന്നേരത്തിന് ഫുഡ് ഇന്ന് പിടിയും ചിക്കനും പിടിയാക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പം അതിന് ഞാൻ അരിപ്പൊടിയെല്ലാം എടുത്ത് വെച്ച് വെള്ളം അടുപ്പത്ത് വെച്ചേക്കുന്നു തിളയ്ക്കാൻ. പിന്നെ കുറച്ച് തേങ്ങ, ഒരു തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ചെറിയുള്ളി ഇല്ലാത്തതാണ് വെല്ലുള്ളി ഒരു മീഡിയം സൈസ്, ഒരല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി കൊണ്ടുപോട്ടെ. അപ്പം തന്നെ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ പൊടി കുഴയ്ക്കാം. അപ്പോൾ കാണാം. അപ്പം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ തന്നെ വരണേ. നമുക്ക് ഇതുണ്ട് പിടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയിലേക്ക് നമ്മൾ ഒതുക്കിയ തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളിൻ്റെ ഇത് നമുക്കിട്ട് ജോയിൻ്റ് ആക്കാം. നമ്മൾ ഉപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിൻ്റെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കട്ടെ. ഇതിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കേണ്ടതല്ലേ. നമുക്ക് പൊടി കുഴയ്ക്കാനുള്ള ഇതാക്കാം. ആദ്യം നമ്മുടെ കുക്കറിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുകയിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം. അതിൽ ഇതൊക്കെ തേങ്ങ ഇതൊക്കെ പോരണല്ലോ. നമുക്ക് കുറേശ്ശെ ഒഴിച്ചെടുക്കാം കേട്ടോ. ആദ്യം അതുപോലെ എല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പയ്യെ ചെയ്താൽ മതി. കൂട്ടി ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉരുട്ടിയെടുക്കാം. എന്തോരം വലിപ്പം വേണം നോക്കിയിട്ട് ഇച്ചിരി വലിപ്പം. ഈ പരുവ ഇതേപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാമേ. അപ്പം നമ്മുടെ പിടിയെല്ലാം ഉരുട്ടി എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം. അതിന് ഇത് വേവാനുള്ള വെള്ളം ഒക്കെ വേണമല്ലോ, അത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. ഞാൻ എടുത്തിട്ട് കേട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടണം. എനിക്ക് എൻ്റെ മമ്മീൻ്റെ അമ്മയാട്ടോ ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ പാവം ഇല്ല, മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അമ്മയോട് ചോദിച്ച് അങ്ങനെ പഠിച്ചതാട്ടോ. കരിവേപ്പില ഇടണം, കുറച്ച് തേങ്ങ ഇടണം. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. മൂടി വെക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചട്ടോ. ചൂട്. അപ്പം വെള്ളത്തിലേക്ക് നമുക്ക് ഇടണം. തീ കുറച്ച് വെക്കാം. പെറുക്കി ഇടാം കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് കട്ട കൂടുന്നില്ലല്ലോ.
എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കാമേ. അങ്ങനെ നമ്മുടെ പിടി റെഡിയായി കേട്ടോ. ഇതുണ്ടോ, പിടി എല്ലാം അടിപൊളിയായിട്ട്. ഇനി നമുക്കിത് വിളമ്പണം. ഇന്ന് ചെറിയ ചൂടെന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. മുഖമൊക്കെ എന്തോ പോലെ ആയി കൂട്ടുകാരെ. അപ്പം നമ്മുടെ പിടിയും ചിക്കനും റെഡി ആയിട്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര ചൂടാകാനും പിന്നെ എൻ്റെ അമ്മമാർക്ക് കൊടുക്കാതെ തിന്നാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാനിത് എടുത്തതാണ് കേട്ടോ. അപ്പം നോക്കട്ടെ, പിടിയും ചിക്കനും അടിപൊളി. ഹൈവ സൂപ്പർ കേട്ടോ. എൻ്റെ കൂട്ടുകാരെ കാണിച്ച് കൊതിപ്പിക്കുക അല്ലേ. ചിക്കൻ ചൂടല്ല, ഒരു ഉണ്ട കഷ്ണവും ഇതേ നല്ല അടിപൊളി കേട്ടോ. എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ചത്. വല്യമ്മയോട് എനിക്ക് പിടി ഉണ്ടാക്കാൻ ആദ്യം പണ്ടൊന്നും അറിയത്തില്ലായിരുന്നേ, സത്യം പറയുന്നത് എന്നാ. എനിക്ക് ഇപ്പോഴല്ല, ആദ്യമേ ഞാൻ എന്നിട്ട് എൻ്റെ വല്യമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ കുറേ പ്രാവശ്യം പിടിയൊക്കെ വെച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് എന്തുകൊണ്ടൊന്ന് പിടി വെക്കാം. അങ്ങനെയും നമ്മുടെ വല്യമ്മമാരെ ഓർക്കൂലേ. എൻ്റെ വല്യമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പം എൻ്റെ അമ്മേനെ ഓർക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പിടിയും കോഴിയാക്കി ഞങ്ങളും വരും. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നല്ല സൂപ്പറാട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ലതാണ്. പിടിയും കോഴിയും നല്ല സൂപ്പറാണ്, നല്ല കോമ്പിനേഷനാട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും കുറച്ച് മതിയല്ലോ, കുറച്ച് അരി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനൊരു 500 പൊടി പോലും ഇല്ല ഞാൻ എടുത്തത്. എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ ഞാൻ എടുത്തത്, അതും കൊണ്ടുണ്ടാക്കി. നമുക്ക് ഇഷ്ടം മാതിരിയുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.